ചൊക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ മന്ത്രിയുടെ പേര് ദുരുപയോഗം ചെയ്ത കയ്യേറ്റക്കാരൻ റവന്യൂ മന്ത്രിയെ താൻ നേരിട്ട് കണ്ടുവെന്ന് സിബി ജോസഫ് പ്രചരിപ്പിച്ചു. തനിക്കായി റവന്യൂ മന്ത്രി സ്പെഷ്യൽ ഓർഡർ ഇറക്കിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. ഇത് സംബന്ധിച്ച കോൾ റെക്കോർഡ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ മന്ത്രിയുടെ ഇടപെടൽ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചിരുന്നു. ഞാൻ ഈ കച്ചവടം സംസാരിച്ച് ഇവിടെ വന്നു താലൂക്കിൽ പോയി. നമ്മൾ പല സർവേയർമാരെ കൊണ്ട് അളപ്പിച്ചു. പല സർവേയർമാരെ കൊണ്ട് അളപ്പിച്ചിട്ടും സ്ഥലം തൃപ്തിയാവാത്തത് കൊണ്ട് നമ്മൾ താലൂക്ക് സർവേയർ മുഖേന അളന്നു തിരിച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ റീസർവേ ഓഫീസിൽ ഇപ്പം നിലവിൽ സ്പെഷ്യൽ ഓർഡർ ഒന്നും സ്വീകരിക്കണ്ട എന്ന് കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കളക്ടറേറ്റിൽ അപേക്ഷ കൊടുത്തു, സ്ഥലം അളന്ന് തിരിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് താമസം വന്നതുകൊണ്ട് നമ്മൾ നേരെ പോയി മിനിസ്റ്ററെ കണ്ടു. മിനിസ്റ്ററെ കണ്ടിട്ട് ഇങ്ങനെ സ്ഥലം അളന്ന് തിരിച്ചു തരണം, അതിനൊരു സ്പെഷ്യൽ ഓർഡർ ആക്കി തരാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആ സ്പെഷ്യൽ ഓർഡർ ആക്കി തന്നിട്ടാണ് ഈ സാധനം അളന്നത്. ഇതോടെ ഈ സംഭാഷണം സിബി ജോസഫ് നിഷേധിച്ചു. ഭൂമി കച്ചവടത്തിനായി പറഞ്ഞതെന്ന് ഇയാളുടെ വിശദീകരണം. ചൊക്രമുടിയിലെ ഭൂമിയുടെ റീസർവേയുമായി ബന്ധപ്പെട്ട് മിനിസ്റ്ററെ കണ്ടിരുന്നോ? ഞാനോ? ഇല്ല, കണ്ടിട്ടില്ല. ഇല്ല. മിനിസ്റ്റർ മറ്റേ ഇതിന്റെ റീസർവേ ചെയ്യാനായിട്ട് തഹസിൽദാർക്ക് അപേക്ഷ കൊടുത്തു, അതിനുശേഷം ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുത്തു. അപ്പൊ ഇവർ അംഗീകരിക്കാത്തതുകൊണ്ട് മിനിസ്റ്ററെ കണ്ടു, മിനിസ്റ്റർ സ്പെഷ്യൽ ഓർഡർ ഇറക്കി കൊടുത്തു എന്ന് താങ്കൾ പറയുന്ന ഒരു ഓഡിയോ ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ പോയി കണ്ടിട്ടില്ല. കാരണം എന്റെ കയ്യിലോട്ട് ഈ ഭൂമി വരുന്നത് ശരിക്കും ഓഗസ്റ്റ് മാസം 23-ാം തീയതിയാണ്. അതിനു മുമ്പ് ഈ ഇതിന്റെ വസ്തുവിന്റെ മുൻ ഓണർമാരുണ്ടല്ലോ, അവര് പല തവണയും പലയിടത്തും അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അവര് ശരിക്കും മേടിച്ച് 2005 കാലം തൊട്ട് തന്നെ പലയിടത്തും അപേക്ഷകൾ കൊടുക്കുന്നുണ്ട്, ഇത് സർവേ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ആ ഫയലുകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ സാധനം ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ താങ്കൾ മേടിച്ചതിന് ശേഷം ഇതിന് അപേക്ഷ കൊടുത്തോ? ഇല്ലില്ല, ഞാൻ മേടിച്ച് എന്റെ പേരിൽ അപേക്ഷ കൊടുക്കാൻ എന്റെ പേരിൽ വസ്തു വന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. വിവരങ്ങളുമായി ജയനിസ് രാജു ചേരുന്നു. ജയൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? സംഭവം അപ്പാടെ തള്ളുകയാണല്ലോ. മോത്തി, ഈ ചൊക്രമുടിയിലെ ഈ ഏതാണ്ട് 25 ഏക്കറോളം സ്ഥലമാണ് ഈ സിബി ജോസഫ് എന്ന് പറയുന്ന ആൾ കൈവശം വെച്ചിരിക്കുന്നത്. ഈ ഭൂമി സംബന്ധിച്ച രേഖകളിലും അതോടൊപ്പം തന്നെ അതിൻ്റെ പട്ടയം സംബന്ധിച്ചും ചില അവ്യക്തതകൾ നിലനിന്നിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇത് സംബന്ധിച്ച് ഇയാൾ ഈ ഭൂമി കൈവശപ്പെടുത്തുകയും ഇത് പ്ലോട്ടുകളായി മുറിച്ചു വിൽക്കുകയും ചെയ്തത്. ഈ സമയത്ത് പലരും ഈ ഭൂമിയുടെ ആധികാരികത സംബന്ധിച്ച് സംശയം ഉന്നയിച്ച ഘട്ടത്തിലാണ് തനിക്ക് റവന്യൂ മന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇയാൾ ഇത്തരത്തിൽ സ്പെഷ്യൽ ഓർഡർ റവന്യൂ മിനിസ്റ്റർ തന്നെ തനിക്ക് ഇറക്കി തന്നിട്ടുണ്ട് എന്ന തരത്തിൽ പ്രചരണം നടത്തിയത്. അതിൻ്റെ തെളിവാണ് നമ്മൾ ആദ്യം പുറത്തുവിട്ട ആ ഫോൺ റെക്കോർഡിലുള്ളത്. അതിനുശേഷം ഈ സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഇത് നിയമവിരുദ്ധമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ റവന്യൂ മിനിസ്റ്റർക്കെതിരെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം ആക്ഷേപം ഉന്നയിക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ സിബി ജോസഫ് എന്ന് പറയുന്ന ആൾ നടത്തിയ ഇത്തരം പ്രചരണങ്ങളാണ്. ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും പ്രചരിപ്പിച്ചത് റവന്യൂ മിനിസ്റ്റർ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും ഇയാൾക്ക് അനുകൂലമായി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു എന്ന തരത്തിലാണ് ഇയാൾ പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് നമ്മൾ അന്വേഷണം നടത്തിയ ഘട്ടത്തിലാണ് ഇയാൾ ഒരു ഘട്ടത്തിലും റവന്യൂ മിനിസ്റ്ററെ കാണുകയോ അപേക്ഷ നൽകുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. പക്ഷേ ഇയാൾ മനഃപൂർവ്വം റവന്യൂ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഈ ഭൂമി കച്ചവടം അല്ലെങ്കിൽ ഈ ഭൂമി സംബന്ധിച്ച് വാങ്ങാൻ വരുന്ന ആളുകളിലും വിശ്വാസമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ തെറ്റായ ഒരു പ്രചരണം നടത്തുകയും റവന്യൂ മന്ത്രിയുടെ പേര് ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്ന് വ്യക്തമാകുന്നത്. എന്നാൽ ഈ സംഭവം വിവാദമായതിനു ശേഷം വീണ്ടും നമ്മൾ അയാളെ ഈ സിബി ജോസഫിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അയാൾ മുൻപ് പറഞ്ഞ ആ റെക്കോർഡിൽ പറയുന്ന ഫോൺ സംഭാഷണം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. താൻ ഒരിക്കലും റവന്യൂ മിനിസ്റ്ററെ കണ്ടിട്ടില്ല എന്നും താൻ അപേക്ഷ നൽകുകയും ചെയ്തിട്ടില്ല എന്ന് ഈ സിബി ജോസഫ് പറയുന്നു. ഇത് ഈ സ്ഥലത്തിൻ്റെ മുൻ ഉടമ എന്ന് അവകാശപ്പെടുന്ന ജോർജ് മൈജോ എന്ന് പറയുന്ന മദ്രാസിൽ താമസിക്കുന്ന ആളാണ് ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകുകയും ചെയ്തത് എന്നുള്ളതാണ് വിശദീകരണം. അതായത് റവന്യൂ മിനിസ്റ്ററുടെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരിലും അതോടൊപ്പം തന്നെ ഈ ഭൂമി വാങ്ങാൻ വന്ന ആളുകളിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും തനിക്ക് സ്വാധീനപ്പെടുന്ന ആളാണ് റവന്യൂ മിനിസ്റ്റർ എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയുമാണ് സിബി ജോസഫ്.